ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ ഈ ഒരു കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഒരു 3-4 തക്കാളി, 2 പച്ചമുളക്, 2 സ്പൂൺ സാമ്പാർ പൗഡർ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് അരയ്ക്കുന്നതിന് ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഇതുപോലെ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നും ഇടുക. ഇനി ഒരു 10-20 ചുവന്നുള്ളി ഇതുപോലെ ഒന്ന് നടുക കീറി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ചെറുതായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇടാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്കൂട്ട് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒന്ന് ലൂസാക്കി എടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ ശർക്കരപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 10 മിനിറ്റ് നല്ലതുപോലെ വേവിച്ച് കറി ഒന്ന് ചെറുതായി കുറുകി വരുമ്പോൾ